വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ക്ഷേത്ര പ്രദക്ഷിണം എന്തിന്, എങ്ങനെ എന്നതിനെക്കുറിച്ചാണ്. ഏതു ക്ഷേത്രത്തിൽ ചെന്നാലും പ്രദക്ഷിണം വയ്ക്കുക എന്നത് ആചാരമാണ്. അത് വെറുമൊരാചാരമല്ല, ആരോഗ്യത്തിനും പാപമോചനത്തിനും ആവശ്യമായിട്ടുള്ളതാണ്. പ്രദക്ഷിണം ഓരോന്ന് കഴിയുമ്പോഴും നാം ദേവനിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. പ്രദക്ഷിണത്തിൻ്റെ ശബ്ദാർത്ഥത്തെക്കുറിച്ച് സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്. പ്രദക്ഷിണത്തിൻ്റെ മഹത്വപൂർണമായ ആ 4 അക്ഷരത്തിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ചിന്നത്തി പ്രകാര അഹം ദാകാരോ വാഞ്ചിത പ്രദാം ക്ഷികാരാത് ക്ഷിയതേ കർമ്മ നാകാരോ മുക്തിദായകം. നാം മനസ്സിലാക്കേണ്ടത്, അതായത് എന്ന ശബ്ദം പാപത്തെ നശിപ്പിക്കുന്നതാണ്. അഖം പാപം പ്രശ്ചിന്നത്തി നശിപ്പിക്കുന്നത്, ദാകാരം വാഞ്ചിതം പ്രദാനം ചെയ്യുന്നു. അഭിഷ്ടസിദ്ധി ദാനം ചെയ്യുന്നതാണ് ക്ഷകാരം. ക്ഷീയത്തെ ക്ഷയിപ്പിക്കുന്നു. കർമ്മം അതായത് ദാകാരം കർമ്മത്തെ ക്ഷയിപ്പിക്കുന്നതാണ്. നാകാരം മുക്തിദായകം, മുക്തി അഥവാ മോക്ഷം പ്രദാനം ചെയ്യുന്നതാണ്. പ്രദക്ഷിണം ചെയ്യുന്നത് കൊണ്ട് പാപമോചനം ലഭിക്കുകയും അഭിഷ്ടസിദ്ധി ഉണ്ടാകുകയും കർമ്മക്ഷയം വരികയും മുക്തി ലഭിക്കുകയും ചെയ്യും. ഈ 4 കാര്യങ്ങളും ഒരുപോലെ സാധ്യമാകുന്നതിനാണ് പ്രദക്ഷിണം വയ്ക്കുന്നത്. നിത്യേന പ്രദക്ഷിണം വയ്ക്കുന്നത് ക്രമേണ ഫലസിദ്ധിയുണ്ടാകുന്നു. ഏതു ദേവാലയത്തിൽ പോയാലും പ്രദക്ഷിണം ആചാരമാണ്. അതുകൊണ്ട് തന്നെ പ്രദക്ഷിണം വയ്ക്കുന്നത് നല്ലതാണ്, ചെയ്യേണ്ടതാണ്. എവിടെയും 3 പ്രദക്ഷിണം വയ്ക്കണം. ആദ്യത്തെ പ്രദക്ഷിണം കൊണ്ട് പാപശാന്തി ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തെ പ്രദക്ഷിണം ദർശനാധികാരം ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ പ്രദക്ഷിണം കൊണ്ട് ഐശ്വര്യം ലഭിക്കുന്നതാണ്. എന്നാൽ ഗണപതിക്ക് 1, ശിവന് 3, വിഷ്ണുവിന് 4, ദേവിക്ക് 4, ആലിന് 7 ആചരിക്കുന്നുണ്ട്. 21 പ്രദക്ഷിണമാണ് പൂർണ്ണ പ്രദക്ഷിണം എന്ന് പറയുന്നത്. പഴയ കാലത്ത് കുളിച്ച് ശുദ്ധമായി ക്ഷേത്രത്തിൽ പോവുകയും പ്രദക്ഷിണം ചെയ്യുകയും പതിവായിരുന്നു. അന്നത്തെ ആരോഗ്യം ഒന്ന് വേറെ. ഇന്നാണെങ്കിലോ മോർണിംഗ് വാക്കും ഈവനിങ് വാക്കും. അശ്രദ്ധമായ നടത്തം അപകടത്തെ ഉണ്ടാക്കുകയും ചെയ്യും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.